ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോഴും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞൊരു സേഫ്റ്റി. കാരണം അവിടെ പീപ്പിൾ ആർ ഗോയിങ് ടു സ്റ്റേ ദർ. അതിനകത്ത് കുട്ടികളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ സേഫായിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം. കാരണം നമ്മളിപ്പോൾ ഹാൻഡ് റെയിൽസ് ഉണ്ടാവും, അപ്പോൾ അത് ഈ ചവിട്ടി കയറാൻ പറ്റാത്ത വിധത്തിലുള്ള വെർട്ടിക്കലായിട്ടുള്ള മാത്രമേ ബാലിസ്റ്റേഴ്സേ പാടുള്ളൂ. പിന്നെ ഉള്ളത് ഫയറിൻ്റെ സേഫ്റ്റി. കാരണം എപ്പോൾ വേണമെങ്കിലും ഫയർ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഭയങ്കര ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി വേണം അതിനകത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഫയർ എസ്കേപ്പ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് അസംബ്ലി പോയിൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി തന്നെ നടത്തിയിട്ട് ഒരു സേഫ്റ്റി അനാലിസിസ് തന്നെ നടത്തണം എല്ലാ ബിൽഡിങ്ങിനും. ആൻഡ് ബാക്കിയുള്ളൊരു ഫയർ കൂടാതെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ബാക്കിയുള്ള എർത്ത് കേക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയും പലപ്പോഴും ഇതെല്ലാം ചെയ്യാറുണ്ട് പലരും. പക്ഷേ അവിടെ താമസിക്കുന്നവർക്ക് അതിനെ പറ്റിയുള്ളൊരു നോളജ് ഉണ്ടാവില്ല. പക്ഷേ വൺസ് ഒരു ഫയറോ വല്ലതൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും അവർ പാനിക്കായിട്ട് ഓടുന്നു, ആൾക്കാർ ചാടുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് യു ഷുഡ് എഡ്യൂക്കേറ്റ് ദ ഇൻമേറ്റ്സ്. എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കണം. അത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാരണം പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി ആലോചിക്കാറുള്ളൂ. കാരണം അത് വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും പറയുന്നവർ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് പോകുന്നു.